എന്റെ ജീവൻ രക്ഷിച്ചതിൽ നന്ദിയുണ്ട്. പകരം എന്താണ് ഞാൻ നൽകേണ്ടത്? ഇവിടെ ഇവിടെ വേണം. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടത്തെ പ്രണയിനിയാണ്. അവൾ ആരെന്ന് നാം ചോദിച്ചില്ലല്ലോ. അവളെ വേണം എന്ന് ആഗ്രഹിച്ചതല്ല, വേണമെന്ന് തീരുമാനിച്ചതാണ്. ഇവൾ എന്റെയാണ്. പൊയ്ക്കൊള്ളുക. അവരനൊരാളുടെ പെണ്ണെ ചോദിക്കാൻ അഭിമാനമില്ലാത്ത നീ ആരാണ്? അസുര പ്രജാപതി ഹരാഹരൻ. അതെ, അല്പകാലം മുമ്പ് ഒരു യാത്രക്കിടയിൽ ഭിന്നായം പോലൊരു മാത്ര കണ്ട നിന്റെ മുഖം അവനെ പ്രേരിപ്പിച്ചു. ഹരാഹരൻ ഒരു പെണ്ണിനെ കണ്ട് കാണാതെ അവൾക്ക് രക്ഷപ്പെടാനാകില്ല. നീ ഈ ചത്തുമലച്ച് പ്രതിശ്രമാവിന്റെ തടവറയിലാണെന്ന് അറിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് നീ ഈ പോഴനൊപ്പം കാട് കയറിയെന്നറിയുന്നത്. പോട്ടെ, വാ, നമ്മോടൊപ്പം വരാൻ. ഒരു വശികെ നമുക്ക് രക്ഷപ്പെടാം. ഈ അസുരേശ്വരൻ ഹരാഹര ചക്രവർത്തിയുടെ മായാവലയത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാകുമെന്ന് കരുതുന്നുണ്ടോ മഞ്ചികെ? നിന്റെ ഉടനെ നാം മോഹിച്ചത് സ്വന്തമാക്കിയില്ലെങ്കിൽ പിന്നെ ഹരാഹരനില്ല. നാം ആരാലും തോൽപ്പിക്കാനാവില്ലെന്ന് വരബലം നേടിയവൻ. വരബലം? ഞാനും ജന്മത്താൽ വരപരിരക്ഷയുള്ള നാഗകന്യകയാണ്. എന്റെ അനുവാദമില്ലാതെ ആരുടെ ശരീരത്തിൽ തൊട്ടാലും തൊടുന്നവന്റെ തല പിളർന്നു പോകുമെന്ന വരബലം എനിക്കുമുണ്ട്. ഇനി കാണട്ടെ ഹരഹര നിന്റെ മിടുക്ക്. അങ്ങനെയാണ് കഥ. അപ്പോ നിന്റെ സമ്മതമില്ലാതെ നമുക്ക് നിന്നെ പ്രാപിക്കാനാവില്ല, അല്ലേ? ഒരിക്കലുമില്ല. എങ്കിൽ നിന്റെ സമ്മതത്തോടെ നാം അത് ചെയ്യും. ആരുടെ? ഇവനെ വരിഞ്ഞ് കെട്ടി രക്തത്തിലറിയും. ഈ നിമിഷം മുതൽ നീ എന്നെ അനുസരിക്കേണ്ടി വരും.
നഗരാധിപതി ഹരാഹരൻ നിന്റെ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രഹരങ്ങൾ നിനക്കുള്ള ശിക്ഷ അല്ല പർവണ. നിനക്കിനിയും മനസ്സിലായില്ലേ അത് ആർക്കുള്ള ശിക്ഷയാണെന്ന്? അത് നിന്റെ പ്രണയിനി മഞ്ജികയ്ക്കുള്ള ശിക്ഷയാണ്. മഞ്ജികയ്ക്കുള്ള ശിക്ഷയോ? അതെന്തിനാ? അവൾ ഇതുവരെ ഹരാഹരന്റെ കിടക്ക പങ്കിടാമെന്ന് സമ്മതിച്ചിട്ടില്ല. സമ്മതമില്ലാതെ മഞ്ജികയെ സ്പർശിച്ചാൽ തല പൊട്ടിപ്പോകുമെന്നല്ലേ? കഷ്ടം. ഒരു തെറ്റും ചെയ്യാത്ത നിനക്ക് ഈ വിധം ദുർവിധി വന്നുവല്ലോ പർവ്വത. അത് നിന്റേതല്ലാത്ത തെറ്റിന്. ചാട്ടവാറുകൾ ഉടലാകെ വരഞ്ഞു മുറിച്ചിരിക്കുന്നു. തിണർത്ത് വിങ്ങിയ മുറിപ്പാടുകളിൽ നിന്നും കട്ട പിടിച്ച് കൊഴുത്ത ചോര നിലത്ത് വീണ് ഈച്ചയാർക്കുക. കൊള്ളാം. അന്നപാനീയങ്ങളോ ആശ്രയമോ ഇല്ലാതെ ഒരല്പം വിശ്രമം കൊടുക്ക് പർവ്വതന്. കാരണം കടത്തിവിട്. മഞ്ജിക, തെറ്റ് ചെയ്തത് പർവ്വതനോ നീയോ അല്ല, നാമാണ്. നാം നിന്നെ കണ്ടു മോഹിച്ചുപോയി. മോഹമടക്കാതെ നമുക്ക് കഴിയില്ല. മനസ്സിനുള്ളിൽ